നമസ്തേ ദീനജി. നമസ്തേ നമസ്തേ. അതായത് അങ്ങയുടെ ഒരു പോസ്റ്റ് മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ എടുത്ത് വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. അതായത് ഹിന്ദുക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് സംഘപരിവാറിനിടയിൽ ഒരു ശിഥിലീകരണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഷാജൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശശികല ടീച്ചർക്കെതിരായിട്ട് അധീന നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്താണ് വസ്തുത? ശശികല ടീച്ചർക്കെതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. അന്നും ഇന്നും എന്നും. ഇപ്പോൾ ശശികല ടീച്ചർ അല്ലെങ്കിൽ അനിൽജി പോലുള്ള ആളുകൾ, ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ, VSPയുടെ ആളുകൾ പറയുന്ന, അവരുടെ നേതാക്കൾ പറയുന്ന പ്രസ്താവനകളെ എതിർക്കാനോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് പറയാനൊന്നും ഞാൻ ആളല്ല. സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്ക് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് അവർ ഇടപെടും, സംസാരിക്കും ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞത് അവരെ പറ്റിയിട്ടോ അവര് പറഞ്ഞ പ്രസ്താവനയെ പറ്റിയിട്ടൊന്നുമല്ല. ശശികല ടീച്ചർ ആ ഒരു പ്രസ്താവന പറഞ്ഞതിന് ശേഷം പിറ്റേന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികളാണ്, നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം, നമ്മൾ തെറ്റ് കണ്ടു, പറഞ്ഞു കൊടുത്തു, ഓക്കെ അതവിടെ വിടുന്നുള്ള രീതിയിൽ ടീച്ചർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും പിന്നെയും ആ വിഷയം എടുത്തിട്ട് അനാവശ്യമായിട്ട് മറ്റൊരു തരത്തിലേക്ക് ആ കോൺട്രവേഴ്സി കൊണ്ടിട്ടിട്ട് പല ആളുകളും തമ്മിൽ തല്ലുന്നുണ്ട്. ഇത് തല്ലിക്കുന്നതാണ്, തല്ലുന്നതല്ല. ഈ ഹിന്ദുക്കളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടേതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് പല ആളുകളും ഇതിന്റെ ഇടയിൽ കയറിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനും ഇതുപോലൊരു വിഷയം വരുന്ന സമയത്ത് ചോര കുടിക്കാനും തമ്മിൽ തല്ലിക്കാനും ഒക്കെ പുറത്ത് നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പല സംഘടനകളും പ്രസ്താവനകൾ ഇറക്കിയതിൽ നിന്ന് മനസ്സിലായി. ഞാൻ ആ ഒരു കാര്യമാണ് ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചത്. ഒരു വിഷയം വന്നു, അത് കഴിഞ്ഞു വിട്ടു. അതിനുശേഷം വീണ്ടും ആ ഒരു വിഷയത്തെ എടുത്ത് നമ്മളിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ അവിടെ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ശശികല ടീച്ചർക്ക് അഗേൻസ്റ്റ് ആയിട്ടോ അനിൽജി പറഞ്ഞ പ്രസ്താവനയോ VSP പറഞ്ഞ പ്രസ്താവനയോ ഒന്നും ഞാൻ എതിർക്കാൻ നിന്നിട്ടില്ല. ഞാൻ എതിർക്കാൻ ആളുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തക എന്ന നിലയിൽ രണ്ടു തരത്തിലും എനിക്ക് ചിന്തിക്കണം. നമുക്കറിയാം, ഇപ്പം ഈ പറയുന്ന മതപരിവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർ ആ കാര്യത്തിൽ കൺസേൺഡ് ആണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ക്ഷേത്രമുറ്റങ്ങളിൽ ഈ ബെഞ്ച് വിരിച്ചിട്ടിട്ട് വരുന്ന ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളെ വിളിച്ച് നിങ്ങൾ പാപികളാണെന്ന് പറഞ്ഞ് ഉറക്കെ കൂവിക്കൊണ്ട് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വളരെ ഭീകരമായ ഒരു സാഹചര്യം ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നു. അതില്ലെന്ന് നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കില്ല. കാരണം അതുള്ളത് കൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾക്ക് ക്രിസ്തുമതഛേദന എഴുതേണ്ടി വന്നത്, അല്ലെ? അല്ലെങ്കിൽ ആൾക്ക് അങ്ങനെ ഒരു പുസ്തകം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ശശികല ടീച്ചറെ പോലുള്ള വളരെ മുതിർന്ന കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അത് കണ്ടും കേട്ടും അറിഞ്ഞും വളർന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ചർച്ച വരുന്ന സമയത്ത് അവരതിനെപ്പറ്റി കൺസേൺഡ് ആവുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മുടെ നാട്ടിലെ യുവാക്കള് അല്ലെങ്കിൽ ഇതിനോടൊന്നും യാതൊരു ബോധേടുമല്ലാത്ത വേറൊരു വലിയ വിഭാഗം ആളുകളോട് നിൽക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, ഇല്ലേ? അവരെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഭയങ്കര വർഗീയവാദികളാണെന്നുള്ള രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പുറത്തൊരു കൂട്ടം ആളുകൾ നിൽപ്പുണ്ട്. അതായത് കേരളത്തിലെ യുവാക്കളെയും കേരളത്തിലെ വിദ്യാർത്ഥികളെയും ഒക്കെ വലതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് മാറ്റി നിർത്താനും വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളെല്ലാം ഒരു കോമാളികളാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനും കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ശ്രമത്തിന് നമ്മൾ ടൂൾസ് ആയിട്ട് നിന്ന് കൊടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ അതിനകത്ത് ശശികല ടീച്ചറിന്റെ പ്രസ്താവനയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ VSPയുടെ പ്രസ്താവനകളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവര് പറയരുതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രസ്താവനകളെ എതിർത്തും ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു കൂട്ടം ആളുകൾ പുറത്ത് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു ചിരിക്കാനും അവർക്ക് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞോളൂ. ഈ പറയുന്ന പോലെ നമുക്കറിയാം, വേടന്റെ പാട്ടുകൾ, വളരെ മോശമായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ നാട്ടിലെ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ട്, ഇല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഭജൻ ടീംസ് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അവര് ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ ജയ ശ്രീറാം എന്ന് വിളിക്കുന്ന സമയത്ത് അതിനെ സംഘപരിവാറിന്റെ അജണ്ടയായിട്ടും അല്ലെങ്കിൽ അതൊരു കൊലവിളിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. കുറച്ചു നാൾ മുമ്പ് വരെ ജയ ശ്രീറാം എന്ന് വിളിക്കുന്നത് എന്തോ വലിയ പാവമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നാട്ടില് ഒരു മടിയും കൂടാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ക്ഷേത്രത്തിൽ ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് ഇവരെ കൊണ്ടെല്ലാം
ജയ് ശ്രീറാമെന്നും സീയാപതി രാമചന്ദ്ര കി ജയെന്നും ഒക്കെ ഒരു മടിയില്ലാണ്ട് അവർ വിളിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അപ്പൊ അതുകൂടി നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ഇത്തരത്തില് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മൾ പ്രസ്താവന ഇറക്കി, ഓക്കെ, അത് നമ്മൾ തിരുത്താൻ ശ്രമിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പറയുന്നത് പോലെ എല്ലാത്തിനും രണ്ട് വശങ്ങളില്ലേ? ഇത് രണ്ട് തരത്തിലുള്ള രണ്ട് കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൂടിയായിട്ട് എനിക്കിതിനെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഇവർ പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അവരതൊക്കെ അനുഭവിച്ചതും കേട്ടതും കണ്ടതും അവരറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും കൺസേൺ. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇതിനെ കളിയാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും കണ്ടിട്ടില്ല. അവർ ഈ പരിവർത്തനമോ അല്ലെങ്കിൽ ഇതുപോലെ ക്ഷേത്രത്തിൽ പോകുന്നവരെ പാപികളെ എന്ന് ഉറക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടമോ അന്നത്തെ കേരളത്തിന്റെ സാഹചര്യമല്ല ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യം, ഒന്നും അവർ കണ്ടിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര മോശമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ കൂടുതൽ ഈ ഒരു വിഷയത്തെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി മറ്റുള്ളവരുടെ ഇടയിൽ ഭയങ്കര വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ആ ഒരു വിഷയത്തെ വിട്ടുകളയൂ, അത് കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ശശികല ടീച്ചറെ പോലുള്ള മുതിർന്ന പ്രവർത്തകർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വിഷയമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ മാധ്യമം പോലുള്ള ഓൺലൈൻ ചാനലുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മറുനാടൻ പോലുള്ള ഓൺലൈൻ ചാനലുകൾ അനാവശ്യമായിട്ട് എന്റെ ഫോട്ടോയും ടീച്ചറിന്റെ ഫോട്ടോയും ചേർത്ത് വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലുള്ള തുക്കട പരിപാടികൾ കൊണ്ടൊന്നും ഞങ്ങളുടെ ഐക്യം ഒരു കാലത്തും തകരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മറുനാടൻ മലയാളിക്ക് കൃത്യമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. അവർ ഈ പറയുന്ന ഹിന്ദുക്കൾക്കൊപ്പമാണ് ഇല്ലെങ്കിൽ ദേശീയതയ്ക്കൊപ്പമാണ് എന്നൊക്കെയുള്ള ഒരു വ്യാജം പറഞ്ഞുകൊണ്ട് ഷാജൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ ഇത്? അവര് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, അവരും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ആളുകളാണെന്ന് നമ്മളെ തന്നെ തോന്നിപ്പിച്ച് ഇതിന്റെ ഇടയിൽ കയറി കുളം കലക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്ന, കുത്തിത്തിരിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നത് ബിജെപിയുടെ നേതാക്കളും ഹിന്ദു സംഘടനകളുടെ നേതാക്കളും തമ്മിൽ അടിയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്? ഇന്നലെ വരെ ഇവർക്ക് നന്ദഗോവിന്ദ ഭജൻസിനെ കാണത്തില്ലായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം DYFI സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ നന്ദഗോവിന്ദം ഭജൻസും അതുപോലെ മറ്റ് ഭജന ടീമുകൾ എല്ലാവരും സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു അവരുടെ പോസ്റ്റുകളിൽ, അല്ലെ? ഇന്നിപ്പോ പെട്ടെന്ന് അവർക്ക് ഇവരെല്ലാം ഭയങ്കര വലിയ ആളുകളായി, അവർക്ക് വേദികൾ കൊടുക്കണം എന്നുള്ളതായി, അല്ലെങ്കിൽ സംഘപരിവാർ ഇവർക്കെതിരെ എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട്. ഇതൊന്നും സംഘപരിവാറിന്റെ അജണ്ടകളൊന്നും അല്ല. ഈ പറയുന്ന ഒരു ഭജന ടീമും ഞങ്ങളാണ് കൊണ്ടുവന്നതെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ ഇതാണെന്നൊന്നും സംഘപരിവാർ ഒരിക്കലും, സംഘപരിവാറിന്റെ ഒരു നേതാക്കന്മാർ ഇതൊന്നും ഞങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ ഇവരെല്ലാം ഞങ്ങളാണ് കൊണ്ടുവന്നതെന്നോ ഇതൊന്നും ഞങ്ങളുടെ സ്വന്തമാണെന്നൊന്നും ആരും അവകാശം ഉന്നയിക്കാനൊന്നും വന്നിട്ടില്ല. അവർ വന്നു, പാടി, ചെയ്തു. ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ചിരുത്താനും ഒരുമിച്ച് ഭജന പാടിക്കാനും ഒക്കെ. അതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു പള്ളിയുടെ ഫ്രണ്ടില് പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് മുരുകന്റെ പാട്ടും അതുപോലെ ശിവന്റെ പാട്ടും ഒക്കെ ഇട്ടിട്ട് അവര് ഡാൻസ് കളിക്കുകയാണ്. അവിടുത്തെ ആ ആരാധനാലയത്തിലുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് വന്ന ആളുകളുടെ പള്ളിയുടെ ഫ്രണ്ടിൽ പാട്ടിട്ടിട്ട് കളിക്കുകയാണ് പെരുന്നാളിന്. ആ ഒരു വീഡിയോ നമ്മളെല്ലാം വളരെ അഭിമാനത്തോടുകൂടി മതേതരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട ആളുകളാണ്. ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ ദഫുമുട്ട് കളിക്കുന്ന സമയത്ത് അതിനകത്ത് അയ്യപ്പന്റെ പാട്ട് വെച്ചിട്ട് അവർ ദഫ് മുട്ടിയ സമയത്ത് അതൊരു പള്ളിയുടെ ഫ്രണ്ടിൽ അവരുടെ ആഘോഷത്തിനിടയിൽ നടന്ന അത് നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി സ്വീകരിച്ചതാണ്. അതുപോലെ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന, പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭജനയും അതുപോലെ ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്. ഒരു ഒരു പള്ളിയുടെ ഉള്ളിലും കുർബാന പാട്ട് പാടുന്ന സമയത്ത് ആ കുർബാനയുടെ ഇടയിൽ ഒരു മറ്റു മതത്തിന്റെ ഒരു പാട്ട് നമ്മൾ പാടില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിം ആരാധനാലയങ്ങളിലും അവരുടെ ഇത് പാടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ അതിന്റെ ഉള്ളിൽ പാടുന്ന സമയത്ത് മറ്റൊന്നിന്റെ പാടില്ല. അതുപോലെ തന്നെ ഭജന എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഭജനയ്ക്കകത്ത് ഇത് പാടുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അത് ഭജനയല്ല, ഇത് ഞങ്ങൾ ഗാനമേളയാന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. മനസ്സിലായോ? ഭജന വേറെയാണ്, ഗാനമേള വേറെയാണ്. ഗാനമേളയ്ക്കകത്ത് നമ്മൾ സിനിമാ പാട്ട് പാടും, എന്തും പാടും. അത് പാടുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അതിലെവിടെ ആചാരലംഘനം എവിടെയാ? പക്ഷെ ഭജനയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഭജനയ്ക്കകത്ത് ഈ സാധനം പാടുമ്പോഴാണ് അതിന്റെ പ്രശ്നം എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് ഈ ഭജനയുടെ വ്യത്യാസവും ഗാനമേളയുടെ വ്യത്യാസവും തമ്മിൽ ഉള്ള ഇത് പ്രോസസ് ചെയ്യാനുള്ള സമയം പോലും പൊതുജനങ്ങൾക്ക് ഇവർ കൊടുക്കുന്നില്ല. അത് കൊടുക്കാതെ സംഘപരിവാർ ഫുള്ള് വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ഫുള്ള് വർഗീയവാദികളാണ്, അങ്ങനെയുള്ള രീതിയിൽ പല ആളുകളും പുറത്തുനിന്ന് പോർട്രേ ചെയ്യാനും നമ്മുടെ തന്നെ ആളുകളുടെ ഇടയിൽ ശരിയല്ലേ എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ അതിനുള്ള അവസരം കൊടുക്കാതെ ഈ വിഷയം നമുക്ക് മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഇനിയും കിടപ്പുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലുള്ള അടുത്ത വിഷയങ്ങൾ നോക്കൂ. ഈ വിഷയം അവിടെ കഴിഞ്ഞു.
അതല്ലാതെ ഇതേ വിഷയത്തിൽ തന്നെ പിടിച്ച് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ടീച്ചർ ഒരു ഒരൊറ്റ പോസ്റ്റ് ടീച്ചർ അതിന്റെ പേരിൽ ഇട്ടിട്ടുള്ളൂ. ആ പോസ്റ്റിന് ശേഷം ടീച്ചർ പിന്നീട് ഇടേണ്ടി വന്നത് അവർ നമ്മുടെ കുട്ടികളാണ്, നമ്മൾ ചേർത്ത് നിർത്തണം, തെറ്റ് കണ്ടു നമ്മളത് പറഞ്ഞു നോക്കിയത്. പക്ഷേ ഇതിന്റെ ഇടയിൽ മറ്റ് പല ഫേക്ക് ഐഡികളിൽ നിന്ന് കുറെ പേര് കുത്തിത്തിരിക്കാൻ വരുന്നു. അത് കണ്ടിട്ട് അതിൽ നിന്ന് പ്രകോപിതരായി വേറെ കുറെ ആളുകൾ വീണ്ടും അതിനകത്ത് ഇതാക്കി ഭയങ്കരമായ വലിയ വലിയ വിഷയമാക്കി എടുക്കുന്നു. ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്, അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു ഹൈന്ദവ സംഘടനകളുടെയും നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവനയെ ഞാൻ എതിർത്തിട്ടില്ല. അവരത് പറയണം, അത് അവർ പറയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അവർക്കത് പറയാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അവരത് പറഞ്ഞില്ലെങ്കിലാണ് തെറ്റ്. അവരത് പറയണം. അവരുടെ ഇതിലൊന്നും ചോദ്യം ചെയ്യാൻ ഞാനാളല്ല. ഞാൻ പറഞ്ഞത് ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം ഈ പുറത്തു നിന്ന് ചോര കുടിക്കുന്ന ആളുകളെ കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്.